ഹായ് നമസ്കാരം, അഭിലാഷ് ആട്ടയാണ്. അപ്പോൾ നമ്മുടെ പാലായിലുള്ള ഒരു മജീഷ്യൻ എല്ലാവർക്കും അറിയാം, വിമൽ ഇടുക്കിക്കാരനാണെങ്കിലും പാലായിട്ടാണ് കൂടുതൽ ബന്ധുവിലേട്ടാ. സ്വന്തക്കാരും ബന്ധുക്കാരും ഫ്രണ്ട്സും എല്ലാം പാലായിലാണ്. അപ്പോൾ ചേട്ടനോട് ഒരുപാട് പ്രോഗ്രാംസ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കാരണം ദൈവാനുഗ്രഹം കൊണ്ട്. അതിലുപരി ജാഫർ ഇടുക്കി, അതുപോലെ ജോബി പാല, മോഹൻ പാല, അങ്ങനെ ജയൻ്റെ ഫിഗറൊക്കെ ചെയ്യുന്നത്, ജയൻ സാറിൻ്റെ ഫിഗർ ചെയ്യുന്ന മോഹൻ പാല അല്ലേ, പിന്നെ അമല, അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് കലാകാരികളും കലാകാരന്മാരും വന്നു പോയതാണ് കൊച്ചിൻ ടാലൻറ്റ്. അപ്പോൾ ടാലൻ്റ് ഉള്ളവർക്കുള്ളൊരു ട്രൂപ്പായിരുന്നു. അപ്പോൾ കൊച്ചിൻ ടാലൻറ്റിന് ഈ വർഷം പുതുവർഷ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ പ്രോഗ്രാംസിന് ബുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വിമലേട്ടനെ കോൺടാക്ട് ചെയ്യണം. വിമൽ ഇടുക്കി ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക, വിമൽ ഇടുക്കി ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഉടൻ തന്നെ ഷോ കാർഡ് ഇറങ്ങും, അതിനകത്ത് ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യം അല്ലേ കാണും, എന്തായാലും ഫോൺ നമ്പറും കാണും. അപ്പോൾ എന്തായാലും സന്തോഷം ചേട്ടാ. അപ്പം വീണ്ടും കൊച്ചി ടാലൻറ്റിൻ്റെ പ്രോഗ്രാംസ്, മെഗാ ഷോ, പിന്നെ സിനിമാ താരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടാവും അല്ലേ ചേട്ടാ? പണ്ട് സീമ ചേച്ചിനെ വെച്ച് പ്രോഗ്രാം ചെയ്തു, ജാഫർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ആശോൻ ചേട്ടൻ, ഇവരൊക്കെ വെച്ച് പ്രോഗ്രാം ചെയ്തു. അല്ല, ഈ സീമ ചേച്ചിയുള്ള പ്രോഗ്രാമിൽ ഞാനും ഉണ്ടായിരുന്നു. ഇവിടെ പള്ളിയിലുണ്ടായിരുന്നു, ഒരു പള്ളിയിൽ മുണ്ടുപാലം പള്ളിയിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് മോഹൻ പാല ഉണ്ടായിരുന്നു, എൻ്റെ മണിച്ചേട്ട പാട്ടുണ്ടായിരുന്നു, ജാഫ്രക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്നേഹം അന്ന് തുടങ്ങിയൊരു സൗഹൃദമാണ് ജാഫ്രക്ക ഞാനും. കാരണം അന്ന് എൻ്റെ ഒരു CD കാസ്റ്റിൽ ദി ട്രൂത്ത്, ദൈവത്തെ മറന്ന് എന്നുള്ള പാട്ടുണ്ടല്ലോ, ദൈവത്തെ കാണും, ഇതിനൊരു അന്ധനായിട്ട് ഇങ്ങനെ അഭിനയിച്ചത്. അത് പുള്ളി ഇന്നാൾ എന്താ പറയുക, തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, എടാ ഇൻ്റെ കാസറ്റ് ഇപ്പോഴും എൻ്റെ ഇരിക്കേണ്ടത്. അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്, സൗഹൃദമാണ്. അതിനും വിമലേട്ടനോട് നന്ദി പറയുന്നു, ആ സൗഹൃദം തുടങ്ങിയതിന്. പിന്നെ ജാഫർക്കാടെ കൂടെ 2 സിനിമയിൽ അഭിനയിച്ചു. ഒന്ന് കടന്നൽ കഥ, അതിൽ പാട്ട് സീനിലും നല്ല സീനാണ്, വെള്ളടീൻ്റെ വേഷമാണ്, നല്ല ഒരു റോളാണ്. പിന്നെ കോംബോ ആയിട്ട് അഭിനയിച്ചത് ഗുലാൻ്റെ തട്ടുകട, പുതിയ റിലീസിന് ഒരുങ്ങുകയാണ്, മുന്നായിഷ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ പടം. അതിൽ നമ്മുടെ അലിൻ ജോസ് പെരേരയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മായ ഇടുക്കിയുണ്ട്. അപ്പോൾ സന്തോഷം ചേട്ടാ, സ്നേഹതീരം കണ്ടു, നല്ല വർക്കാണ്. പിന്നെ പ്രൊഡ്യൂസറെ വരെ കിട്ടി അല്ലേ, പുതിയത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, പ്രൊഡ്യൂസർക്ക് നന്ദി പറയുന്നു. അതിലുപരി ചേട്ടാ, ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോകുന്നവർ പരാജയപ്പെടുന്നുണ്ടല്ലോ, അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഈ വെറുതെ ഈ പുറകെ നടന്ന് അവരുടെ ഭാവി കളയാൻ നോക്കാതെ കൊണ്ട് അവർക്ക് അവരുടെ മനസ്സിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്കൊരു മൊബൈലിലാണ്, ഇപ്പോൾ നമുക്ക് മൊബൈലിലാണെങ്കിലും അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കി അത് പ്രദർശിപ്പിക്കാൻ നോക്കണം. അവിടെ നമുക്ക് പേരെടുക്കാൻ പറ്റും. അല്ലാതുകൊണ്ട് ഇവരുടെ പറയുന്നത് ഇന്നത്തെ കാലത്ത് സിനിമാക്കാരുടെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. അവരുടേതായ ആൾക്കാരെ മാത്രമാണ് അവരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇപ്പം കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ അങ്ങനെയാണ്. നമ്മൾ വെറുതെ നടന്ന് നമ്മുടെ ഭാവി കളയാന്നുള്ളത്. താങ്ക് യു.